ഹലോ ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ കയ്യിലുള്ളത് നമ്മുടെ എല്ലാ വീടുകളിലുള്ള യൂറോപ്യൻ ക്ലോസറ്റിലെ പുഷ് കൺട്രോളും വാട്ടർ കൺട്രോളും സെറ്റ് ചെയ്യുന്നത് എങ്ങനെ എന്ന് ഈസിയായി പറഞ്ഞു തരാം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സുധീഷാണ്. ആദ്യം തന്നെ അതിൻ്റെ ഡെക്കൻ തുറന്നതിന് ശേഷം അതിൻ്റെ പുഷ് ബട്ടൺ നമ്മൾ ചെറുതായിട്ട് ഒന്ന് കറക്കിയാൽ അതിൻ്റെ ഒരു ചെറിയ ലോക്ക് ഉണ്ട്, അത് ഊരിയെടുക്കാം. അതിനുശേഷം ഒരു സ്റ്റാർ ഉപയോഗിച്ച് അതിലെ സ്ക്രൂ ഈസിയായി നമുക്കത് ഊരിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചരിച്ച് അതിൽ നിന്നും നമുക്ക് പുറത്തെടുക്കാവുന്നതാണ്. അതിനുശേഷം ആ വാട്ടർ കൺട്രോളിൻ്റെ അടിയിലായി ഒരു നട്ടുണ്ട്, അതും ഇതേപോലെ തന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ കറക്കി എടുക്കാവുന്നതാണ്. കാരണം അതൊരു പ്ലാസ്റ്റിക്കാണ്. അത് കറക്കി അതും നമുക്ക് ഈസിയായി അതിൽ നിന്നും ഊരിയെടുക്കാവുന്നതാണ്. എല്ലാ വീടുകളിലും യൂറോപ്യൻ ക്ലോസറ്റ് ഇപ്പോൾ ഉണ്ട്. യൂറോപ്യൻ ക്ലോസറ്റിൽ ഇത് നമുക്ക് തന്നെ വീട്ടിലുള്ളവർക്ക് തന്നെ ഈസിയായി സെറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആദ്യം തന്നെ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ നിന്നും വാട്ടർ കൺട്രോൾ സെപ്പറേറ്റും പുഷ് കൺട്രോൾ സെപ്പറേറ്റുമായി എടുത്തതിന് ശേഷം ആദ്യം തന്നെ നമുക്ക് വാട്ടർ കൺട്രോൾ സെറ്റ് ചെയ്യാം. വാട്ടർ കൺട്രോളിൽ കണ്ടില്ലേ ഒരു റബ്ബർ, ആ റബ്ബർ വരുന്ന ഭാഗം മുകളിൽ വെച്ച് താഴേക്ക് ഇട്ടതിന് ശേഷം താഴെയും ഒരു വാഷർ അതിലേക്കിട്ട് ആ പ്ലാസ്റ്റിക് നമ്മളതിൽ മുറുക്കി കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ മുറുക്കി കൊടുക്കുക. കാരണം റബ്ബർ നല്ല രീതിയിൽ മുറുകിയില്ലെങ്കിൽ ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷം ആ പുഷ് ബട്ടൺ ഒന്ന് കറക്കി ഊരി എടുത്തതിന് ശേഷം ആ സ്റ്റീല് ആ ഹോളിലേക്ക് ഒന്ന് ചരിച്ച് ഇറക്കി അതിനകത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു സ്റ്റാർ ഉപയോഗിച്ച് അതും നല്ല രീതിയിൽ മുറുക്കി കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ മുറുക്കി കൊടുത്തതിന് ശേഷം ആ പുഷ് ബട്ടൻ്റെ മുകളിലുള്ള ഭാഗം നമ്മൾ എടുത്ത് ആ ലോക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതിനകത്തേക്ക് ഇടുമ്പോൾ ചെറിയൊരു ലോക്കുണ്ട്. ആ ലോക്ക് നോക്കി കറക്റ്റായിട്ട് അതിലേക്ക് നമുക്ക് ലോക്ക് ചെയ്യാവുന്നതാണ്. അത് എല്ലാവർക്കും ഈസിയായി ചെയ്യാവുന്നൊരു കാര്യമാണ്. ആ ലോക്ക് മാത്രം ശ്രദ്ധിക്കുക. ആ ലോക്ക് മാത്രം നോക്കി അതിലേക്ക് ഇട്ടതിന് ശേഷം അത് ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിന് ശേഷം ആ ഡെക്കൻ എടുത്തിട്ട് ഡെക്കൻ്റെ മുകളിൽ വരുന്ന ഭാഗം അതിലേക്ക് ഇട്ടതിന് ശേഷം അതിലും ഒരു ത്രെഡ് വരുന്നതുണ്ട്, അതിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലെന്ത് നോക്കി ആ വരുന്ന ഒരു നീഡിൽ പോലെ കാണുന്നില്ലേ, അത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ കറക്റ്റ് അളവിന് നമ്മളത് അതിലേക്ക് വെക്കുക. അതിലേക്ക് വെച്ച് കഴിയുമ്പോഴത്തേക്കുള്ള ആ സെറ്റിങ്സ് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ ക്ലോസറ്റിൻ്റെ അടപ്പ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ്. ആ ഡക്കൻ അടപ്പ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നതാണ്. അതിൻ്റെ കവർ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ 2 ലോക്ക് വരുന്നുണ്ട്. അത് രണ്ട് സൈഡിലേക്കും കയറ്റി ഇട്ടതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമുക്ക് ഒരു സ്ക്രൂ ഇടാനുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്, സ്ക്രൂ ബോൾട്ട് വന്നിട്ടുണ്ട്. അതും പ്ലാസ്റ്റിക്കാണ്. എന്നിട്ട് നമ്മുടെ ക്ലോസറ്റിൻ്റെ ഹോൾ നോക്കി അതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലും നട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നിതിൽ ഭാഗ്യമുണ്ടെന്ന് പറയാൻ ഒരു വാട്ടർ കണക്ഷൻ്റെ ഒരു ഹോസ് കണക്ട് ചെയ്യണം. അതിന് വാട്ടർ കണക്ഷൻ്റെ എൻഡിലായിട്ട് ഒരു കണക്ടർ ഹോസ് എടുത്ത് അതിൻ്റെ എൻഡിൽ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാത്റൂമിലെ ആംഗിൾ കോർക്കിലോട്ട് ആ ലൈയും ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എല്ലാ കംപ്ലീറ്റ് വർക്കും തീർന്നിരിക്കുകയാണ്. ഓക്കെ, അടുത്തൊരു നല്ല വീഡിയോയുമായി ഞങ്ങൾ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾ ഫോളോ ചെയ്യുക.